പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഒന്നലവനായ ഈശോയെ പരിപൂർണമാതിനെ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പുതുവർഷത്തിലായിരിക്കുന്ന ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തെ, കൃപയെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ മറിയമേ ഭയപ്പെടേണ്ട എന്ന ഈശോയുടെ വലിയ മാലാഖയുടെ വലിയ സന്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഈ പുതുവർഷത്തിൽ ഒരു ഭയം കൂടാതെ ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. സങ്കീർത്തനം 119:105 കാണുന്ന പോലെ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ വെളിച്ചവുമാണ്. സ്നേഹസ്വരൂപനായ ഈശോയെ പുതുവർഷത്തിൻ്റെ 2ാമത്തെ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുവദിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലത്തെ ആഘോഷങ്ങൾക്കും തീരുമാനങ്ങൾക്കും ശേഷം ഈ വർഷത്തെ ഞങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ വഴികളിൽ വ്യക്തമല്ലാത്തപ്പോഴും ആകലും ഞങ്ങളെ പിടികൂടുമ്പോഴും ഞങ്ങളുടെ വചനമാകുന്ന വെളിച്ചം ഞങ്ങൾക്ക് വഴികാട്ടിയാക്കണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. വർഷാരംഭത്തിലെ ആവേശം പതുക്കെ കുറഞ്ഞു തുടങ്ങുന്ന സമയമാണല്ലോ 2ാം ദിനം. ലക്ഷ്യങ്ങളിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ നമുക്കൊരു വഴികാട്ടി ആവശ്യമാണ്. വർഷാരംഭത്തിലെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ വർഷം മുഴുവൻ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് വഴികാട്ടിയായി നമുക്ക് മുന്നോട്ട് പോകാം. വചനം ഒരു സെർച്ച് ലൈറ്റ് പോലെയല്ല, മറിച്ച് നമ്മുടെ കാലടിയിലെ ചെറിയൊരു വിളക്ക് പോലെയാണ്. അവിടുത്തെ വലിയ കൃപ കൊണ്ട് വേണം അടുത്ത ചുവടുവയ്ക്കാൻ. ആവശ്യമായ വെളിച്ചം അത് നമുക്ക് തരുന്നുണ്ട്. ഭാവി മുഴുവൻ ഓർത്ത് ഭയപ്പെടാതെ ഓരോ ദിവസവും ദൈവഹിതമനുസരിച്ച് നടക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ വർഷം നേരിടാനിരിക്കുന്ന വെല്ലുവിളികളിൽ അത് ഓരോന്നും തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പതറാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുമ്പോഴും ഓരോ ദിവസവും ഒരു വചനമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര പോകാം. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. ഈ വർഷം മുഴുവൻ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതത്തിന് ചേർന്നതാകാനും തെറ്റായ വഴികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠനത്തിനും ജോലിയിലും പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അവിടുത്തെ സ്വർഗീയ വെളിച്ചം ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെയും കുടുംബങ്ങളിലെയും രോഗികൾക്കും ഒറ്റപ്പെട്ടവർക്കും ഈ വർഷം പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും വർഷമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ വർഷത്തെ എൻ്റെ ഓരോ ദിവസത്തെയും ജോലികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുകൾക്ക് അങ്ങേ കാണാനും എൻ്റെ കാതുകൾക്ക് അങ്ങേ വചനം കേൾക്കാനും എൻ്റെ പാദങ്ങൾക്ക് അങ്ങയുടെ പാതയിൽ നൽകണമേ. പരീക്ഷകൾ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുക. പുതുവർഷത്തിൻ്റെ ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ കാത്തുപരിപാലിക്കട്ടെ. 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പുതുക്കുവാനും തീക്ഷണതയോടെ മുന്നോട്ട് പോകുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടാവട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. 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 നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.